മേ ഐ കം ഇൻ സർ? യെസ്. സർ, വിശ്വനാഥന്റെ സസ്പെൻഷൻ ഓർഡർ വന്നു. ഇപ്പൊ മെയിലിൽ വന്നതാ. വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒപ്പിട്ട് കൊടുത്തേക്ക്. അത് ഞാൻ തന്നെ കൊടുക്കണോ? പിന്നല്ലാതെ, സാറല്ലേ ബ്രാഞ്ച് മാനേജർ. അതൊക്കെ ശരി തന്നെ. എന്നാലും ഒരു വിഷമം. അയാൾ നിരപരാധിയാണെന്നറിയാം, അതുകൊണ്ടാ. വെങ്കട്ടരാമ സാറേ, നമ്മുടെ ജോലിയിൽ സെന്റിമെന്റ്സ് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കൈകാര്യം ചെയ്യുന്ന കോടിക്കണക്കിന് രൂപ നമ്മുടേതാണ്, അല്ല ബാങ്കിന്റെയാ. സാറിന്റെ കയ്യിലിരിക്കുന്ന ഈ സസ്പെൻഷൻ ഓർഡർ സാറ് പുറപ്പെടുവിച്ചതാണോ? അതുമല്ല, അതും ഈ ബാങ്ക് ഏൽപ്പിച്ചതാ. അത് കൈമാറുക എന്നൊരു ചുമതലയെ സാറിനുള്ളൂ. നമ്മളൊക്കെ ഓരോ ഉപകരണങ്ങൾ മാത്ര. അതുകൊണ്ട് സാർ ഒരു വിഷമം വിചാരിക്കണ്ട. വിളിച്ച് കൈ കൊടുത്തേക്ക്. അന്നൊരു ദിവസം നമ്മൾ സസ്പെൻഷൻ ഓർഡർ വന്നേക്കൊന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ തലകറങ്ങി വീണ ആളാ. ഇനി ഞാനിത് കൊടുക്കുമ്പോ ആൾക്ക് വല്ല അറ്റാക്കും ഉണ്ടായാലോ? അതാ എന്റെ പേടി. എന്ന് കരുതി ഇത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വെങ്കട്ടരാമൻ സാർ ചെന്ന് ഇത് കൊടുക്ക്. എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. May I come in, sir? Yes, come in. പടിയിറങ്ങാനുള്ള ഉത്തരവ് കിട്ടി, സർ. ഞാൻ അറിഞ്ഞു. സാർ അറിയാതിരിക്കില്ലല്ലോ. സാറിന്റെ പേനത്തുമ്പിൽ നിന്നല്ലേ ഇതിന്റെ തുടക്കം. അതുകൊണ്ടാ അവസാനമായി സാറിനോട് യാത്ര പറയണമെന്ന് കരുതിയത്. ഞാൻ എന്റെ ജോലി ചെയ്തു എന്നല്ലേ ഉള്ളൂ. അതും അറിയാം. ഞാൻ എൻ്റെ ജോലി നന്നായി ചെയ്തില്ല. അത് പരിശോധിക്കാമെന്ന സാറിൻ്റെ ജോലി നന്നായി ചെയ്തു. നമ്മുടെ രണ്ടുപേരുടെയും ജോലിയുടെ പ്രോഗ്രസ് കാർഡാ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കടലാസ്. ഞാൻ തോറ്റു, സാർ ജയിച്ചു. ഇവിടെ ജയവും തോൽവിയൊന്നുമില്ല വിശ്വനാഥൻ സാറേ. സസ്പെൻഷൻ കിട്ടിയെന്ന് കരുതി അതെല്ലാത്തിന്റെ അവസാനമൊന്നുമല്ലല്ലോ. എത്രയോ പേർ പിന്നീട് തിരിച്ച് സർവീസിൽ കയറിയിട്ടുണ്ട്.